യും സ്വാധീനിച്ചിട്ടുള്ള പുസ്തകമാണ്. അതേ, അനേകം ആളുകൾ, കാലഘട്ടത്തിൻ്റെ പല ഭാഗമുള്ള ആളുകൾ എല്ലാ കാലഘട്ടത്തിലും ഈ ബൈബിൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ഇതിനെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ബൈബിളിനെ ആർക്കും നശിപ്പിക്കാൻ സാധിച്ചില്ല. ഇത് കാരണം ഈ ബൈബിൾ ദൈവത്തിൻ്റെ പുസ്തകമാണ്, ദൈവത്താൽ എഴുതപ്പെട്ടതാണ്, ദൈവത്തിൻ്റെ മനുഷ്യർ എഴുതിയതാണ്. ഇത് ദൈവത്താലുള്ള പുസ്തകമാണ്. ഇത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായ ദൈവത്തിൻ്റെ വചനമടങ്ങിയ പുസ്തകമാണ്. അതുകൊണ്ടാണ് അനേകർ ശ്രമിച്ചിട്ടും ഈ പുസ്തകത്തെ കാലഘട്ടങ്ങളിൽ അനേകം പ്രാഗൽഭ്യമുള്ളവർ, അനേകം ചക്രവർത്തിമാർ, അനേകം നിരീശ്വരവാദികളൊക്കെ ഈ പുസ്തകത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവർക്കാർക്കും ഇതിന് സാധിക്കാത്തതിന് കാരണം ഇത് ദൈവത്തിൻ്റെ പുസ്തകമായതുകൊണ്ടാണ്. ഞാനിത് പറഞ്ഞത്, നിങ്ങളുടെ വീട്ടിലൊരു ബൈബിൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ബൈബിൾ തുറന്ന് നിങ്ങളിത് വായിക്കുവാനിടയായി തീരണം. കാരണം ഈ ബൈബിൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വഴി നടത്തുവാൻ ഇടയാകും. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്നത് ഈ ബൈബിളിലെ തന്നെ ഒരു പ്രസ്താവനയാണ്. അതെ, സത്യം അറിയാൻ നിങ്ങൾ ഈ ബൈബിൾ തുറന്ന് വായിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾക്ക് സ്വന്തമായി ഒരു ബൈബിൾ ഉണ്ടെങ്കിൽ ഒരിക്കലും അതൊരു പൂജാവസ്തുവായി നിങ്ങളുടെ ഭവനത്തിനുള്ളിൽ വയ്ക്കാതെ, അതിനെ നിങ്ങൾ വളരെ ബഹുമാനത്തോടെ കാണുന്ന ആളായിരിക്കാം. പക്ഷേ ബഹുമാനിക്കപ്പെടേണ്ട പുസ്തകമാണ് ബൈബിളെങ്കിലും ബഹുമാനിക്കപ്പെടുക മാത്രം ചെയ്യേണ്ട പുസ്തകമല്ല ബൈബിൾ. മറിച്ച് അത് തുറന്ന് വായിക്കപ്പെടുകൂടി ചെയ്യേണ്ട ഒരു പുസ്തകമാണ് ബൈബിൾ. കാരണം അത് തുറന്ന് വായിച്ച എല്ലാവരെയും സ്വാധീനിച്ചിട്ടുള്ള പുസ്തകമാണ്. ഇന്ത്യയിൽ മഹാത്മാഗാന്ധി അടക്കം, ശ്രീനാരായണ ഗുരു അടക്കം വായിച്ചിട്ടുള്ള സകല മനുഷ്യരെയും, അതിന് ദരിദ്രനെന്നോ പണക്കാരനെന്നോ വിദ്യാസമ്പന്നനെന്നോ വിദ്യാഹീനെന്നോ ഇല്ല, ഇത് വായിച്ചിട്ടുള്ള എല്ലാവരെയും സ്വാധീനിച്ചിട്ടുള്ള പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഞാൻ പറഞ്ഞത്, ഈ ബൈബിൾ തുറന്ന് വായിക്കുവാൻ ഞങ്ങളുടെ ശബ്ദം കേട്ട് ഞങ്ങൾ അല്പസമയം കഴിഞ്ഞ് ഇവിടുന്ന് പോകുമെങ്കിലും ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ബൈബിൾ നിങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ നിങ്ങളിത് തുറന്ന് വായിക്കണം. ഇല്ലെങ്കിൽ ഞങ്ങളെ സമീപിച്ചാൽ തീർച്ചയായും വളരെ സൗജന്യമായി നിങ്ങൾക്ക് വായിക്കത്തക്ക നിലയിൽ ഒരു ബൈബിൾ ഞങ്ങൾ നൽകുന്നതാണ്. പ്രിയമുള്ളവരെ, ബൈബിളിലെ ഒരു സന്ദേശം, ബൈബിളിൻ്റെ ഉള്ളടക്കം ഞാൻ നിങ്ങളോട് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ബൈബിളിൽ 66 പുസ്തകമുണ്ട്. ഈ 66 പുസ്തകവും നാം വായിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ ഏത് ഭാഗത്ത് മുറിച്ചാലും ബ്ലഡ് വരുന്നത് പോലെ, ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ എവിടെ മുറിഞ്ഞാലും രക്തം വരുന്നത് പോലെ, ബൈബിളിലെ ഏത് പുസ്തകം വായിച്ചാലും വെളിപ്പെടുന്ന ഒരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വമാണ് കർത്താവായ യേശു ക്രിസ്തു. എന്താണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യേകത? പ്രിയമുള്ളവരെ, നിങ്ങൾ നിരാശയിൽപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി ജീവിതമാണെങ്കിൽ, പ്രിയമുള്ളവരെ, ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ നിരാശയെ മാറ്റുന്ന ഒരു ശക്തിയാണ്, ഒരു വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. നിങ്ങൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തിയാണോ? നിങ്ങൾ ശാരീരികമായി സുഖമില്ലാതെ രോഗക്കിടക്കയിലാണോ? നിങ്ങളെ അലട്ടുന്ന അനേകം പ്രശ്നങ്ങൾ, തലമുറയുടെ പ്രശ്നമാകട്ടെ, നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നമാകട്ടെ, നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന, മുന്നോട്ട് ഇനി പോകുവാൻ സാധിക്കുകയില്ല, ആത്മഹത്യ മാത്രമാണ് എൻ്റെ മുന്നിലുള്ള വഴിയെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി ജീവിതമാണോ എന്നെ കേൾക്കുന്നത്? പ്രിയമുള്ളവരെ, നിങ്ങളോട് പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ വിടുവിക്കാൻ, നിങ്ങളെ സൗഖ്യമാക്കാൻ, നിങ്ങളെ ആശ്വസിപ്പിക്കാൻ, നിങ്ങളോട് കൂടിയിരിക്കാൻ മതിയായ ദൈവമാണ്. നിങ്ങളുടെ ഭൗതിക മണ്ഡലത്തിലെ സകല ആവശ്യങ്ങൾക്കും മതിയായവനാണ് കർത്താവായ യേശു ക്രിസ്തു. എന്നാൽ നിങ്ങളുടെ ഭൗതിക മണ്ഡലത്തിൽ മാത്രമല്ല, നിങ്ങളുടെ ആത്മമണ്ഡലത്തിലും. എന്താണ് ആത്മമണ്ഡലം എന്ന് ഞാൻ വ്യക്തമാക്കി പറയാം. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രേ എന്നാണ് ഞാൻ മുൻ പരിചയപ്പെടുത്തിയ വിശുദ്ധ ബൈബിൾ പറയുന്നത്. ഏത് മനുഷ്യനും ഉള്ളിലോട്ടുള്ള ശ്വാസം പുറത്തേക്ക് വിടാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ പറയും അവൻ്റെ കാലം അവസാനിച്ചു, അവൻ എന്തായി? ഡെഡ് ബോഡിയായി. ഞങ്ങളുടെ ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ഞങ്ങളുടെ നാട്ടിലും ഒരു പ്രിയ സഹോദരൻ മരിക്കുവാൻ ഇടയായി തീർന്നു. എന്നാണ്